വാമല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എവിടെയാണ് വാമല? എന്തൊക്കെയാണ് വാമലയുടെ പ്രത്യേകത? എപ്പോഴാണ് വാമലയിൽ പോകേണ്ടത്? ഞാനെന്നുള്ളത് പാലക്കാട് വാമല. നമുക്ക് വാമലയുടെ പ്രത്യേകത എന്തൊക്കെ അറിഞ്ഞാലോ? നമ്മൾ പോയിട്ട് വാമലയുടെ വിശേഷങ്ങൾ അറിയാം. വർഷങ്ങൾ പഴക്കമുള്ള കുഞ്ഞൻ സ്റ്റെപ്പുകൾ, പാറയിൽ തന്നെ കൊത്തിണ്ടാക്കിയ കുഞ്ഞൻ സ്റ്റെപ്പുകൾ കയറി നമുക്ക് മുകളിലെത്താം. മുകളിലെത്തുമ്പോൾ ഭഗവാന്റെ ശ്രീകോവിൽ കണ്ടൊരു സന്തോഷം മുകളിലെത്തുമ്പോൾ തന്നെ അതൊരു പ്രത്യേക തരം ഫീൽ കേട്ടോ. അവിടെ വാമന സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ. പാലക്കാട് സെൻട്രലിൽ നിന്നൊരു 25 കിലോമീറ്റർ അകലെയാണ് വാമന സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വാമനയിലെ പ്രധാന പ്രതിഷ്ഠകളൊക്കെ വരുന്നതൊക്കെ വെച്ചിട്ടാ നമ്മുടെ ഒന്ന് മുരുകൻ, ബാലമുരുകനായിട്ട്. പിന്നെ വരുന്നത് അയ്യപ്പൻ, ഗണപതി, ഭഗവതി, പിന്നെ ഇടുമ്പൻ സ്വാമി, കാവലക്കാരനായിട്ട് ഇടുമ്പൻ സ്വാമി ഉണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ദേവതകൾ നമുക്ക് ആരാധനാമൂർത്തികളായിട്ട് വരുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഇത് കാണാം, എന്താണ്, ഹനുമാൻ പാദം. കുറച്ചപ്പുറത്താണ്, അത് കുറച്ച് അങ്ങോട്ട് പോകണം. ഹനുമാൻ എന്തോ ദക്ഷിണ യാത്രയ്ക്കിടെ എന്താ കാൽ വെച്ചു അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം. അപ്പോൾ നമുക്കിനി ഹനുമാൻ പാദം കാണാൻ പോവാം. ഇവിടെ ഹനുമാൻ പാദം വെച്ചതാണ് പറയുന്നത്. താമരയിൽ കാണുന്ന ഈ ഹനുമാൻ പാദം അഥവാ ചിഹ്നം അവിടെ വന്നത് ദക്ഷിണയാത്രയിൽ ഹനുമാൻ അവിടെ ഒരു നിമിഷം നിൽക്കുമ്പോഴാണെന്ന്, പാറമേൽ പതിഞ്ഞതാണെന്നാണ് ഇവിടുത്തെ വിശ്വാസപരമായി പാരമ്പര്യ വിശ്വാസം പറയുന്നത്. ഇത് ശക്തിയുടെയും രക്ഷയുടെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും പ്രത്യക്ഷമായാണ് ആരാധിക്കുന്നത്. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടുകൾ, ചുമര് എന്നൊക്കെ വരുന്നത് കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ലിൻ്റെ ഡിസൈൻ വർക്കിൽ നല്ല രസമുണ്ട് കാണാൻ. കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് സിമെൻ്റായിട്ടൊക്കെ വെച്ച് അത് സിമെൻ്റാണോ ഞാൻ കറക്റ്റ് ചുണ്ണാമ്പ് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടാവും കേട്ടോ, അതറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ശരിക്കൊരു എന്താ പറയുക, കുത്തിവെച്ച പോലെ, പൊട്ടിച്ചു വെച്ച പോലെ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മതിൽക്കെട്ടാട്ടോ. ഇവിടേക്ക് മസ്റ്റായിട്ട് വരേണ്ട സമയം മഴക്കാലം. ഈ മഴക്കാലത്ത് വന്നാലാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് ഇവിടേക്ക് പാലക്കാടിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ, ചൂടിൻ്റെ കാര്യത്തിൽ പറയാമല്ലോ. അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുക. രാവിലെ മാത്രം അല്ലെങ്കിൽ വൈകിട്ടുള്ള വരെ മാത്രമേ വേനൽക്കാലത്ത്. ഞാൻ വാമലയുടെ മുകളിൽ കയറി കണ്ട കാഴ്ചട്ടാ, അത് 4 പുറം പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ്. അത് ഈ മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകത എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. മഴക്കാലത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത്. സൂപ്പറാണ് കേട്ടോ അവിടെ മഴക്കാലത്ത് 4 പുറം നോക്കാൻ. പിന്നെ ആ ബാക്കിൽ കാണുന്നതൊക്കെ നെല്ലിയാമ്പതി മലനിരകളാണ്. അമ്പലയാത്ര എന്ന് വിചാരിക്കുന്നവർക്ക് അമ്പലത്തേക്കും വരാം. ചെറിയൊരു ടൂർ, അതായത് എങ്ങോട്ടെങ്കിലും പോവാം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനത്തെ ആൾക്കാർക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ് വാമല. വാമലയിൽ ഇരുന്ന് സമയം പോകണമെന്ന് ഞാനറിയില്ല, നമുക്കറിയുന്നില്ല. കാരണം ഞാനെത്തിയത് 3 മണി സമയത്താണ്. അത് ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ കിട്ടിയത് അവിടെ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാരണം എനിക്ക് കൂടി പരിചയപ്പെടുത്താണ്. ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവസാനമാകുമ്പോൾ ഇറങ്ങി പോരുകയാണ്. അപ്പോഴാണ് ഈ കുട്ടി വന്നത്. കുട്ടീനെ ഞാൻ കുറേ വിളിച്ച്, പക്ഷെ കുട്ടീൻ്റെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. എന്തോ എന്നെ കണ്ടപ്പോൾ പേടിയാണ് തോന്നുന്നു. ഞാൻ ഭീകര ചെയ്യപ്പോഴും തോന്നുന്നു. അതാ കുട്ടീൻ്റെ അടുത്തേക്ക് വരുന്നതേ ഇല്ല.
അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ വാമനെ കുറിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ പുതിയ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.